സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഇനി ഇവിടെ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകൾ പോലെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട് ചാലിയാറിൻ്റെ പുഴയോരങ്ങൾ. അവിടെ തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഇന്നും കിട്ടിയല്ലേ ശരീരഭാഗങ്ങൾ സമീർ? ഹാഷ്മി, നിലവിൽ 2 ശരീരങ്ങളാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ചാലിയാർ പുഴയുടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് പിന്നാലെ നിലമ്പൂർ അമ്പൂട്ടാൻപെട്ടിയിൽ നിന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടെ നിലമ്പൂരിൽ നിന്നും ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നും കണ്ടെത്തുന്ന ശരീരങ്ങളുടെ എണ്ണം 191 മാറിയിരിക്കുകയാണ്. അതിൽ 68 മൃതദേഹങ്ങളും 123 ശരീരഭാഗങ്ങളുമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകൾ പുഴ മുറിച്ചു കടക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം നിലവിൽ പുഴയുടെ ശക്തമായ കുത്തിയൊഴുക്കുള്ള പുഴയുടെ നടുഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുഴയുടെ അക്കരയിലെത്തിയ ഒരു രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് വരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഏതായാലും നിലവിൽ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടേരി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് എന്നുള്ളതാണ്. നിലവിൽ ഈ ഭാഗത്തു നിന്നും തിരച്ചിൽ മുഖം എന്ന് പറയുന്ന ഭാഗത്ത് കൂടി വ്യാപിപ്പിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വലിയ തരത്തിലുള്ള ശ്രദ്ധ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വലിയ തരത്തിലുള്ള തിരച്ചിൽ നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടിയാണ് നിലവിൽ മറ്റൊരിടത്തു കൂടി ഈ തിരച്ചിൽ വ്യാപിപ്പിക്കാൻ പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ സേനയും തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ അധികം അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ പ്രത്യേകിച്ച് പുഴ മുറിച്ച് കടന്ന് അപ്പുറത്ത് എത്താൻ ചില നിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നു. പ്രത്യേകിച്ച് നിലവിൽ സേനകൾക്കും അതോടൊപ്പം തന്നെ ചില രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ കഴിവുള്ള അല്ലെങ്കിൽ ഈ പുഴയെ പരിചയമുള്ള ആളുകൾ മാത്രമേ അപ്പുറത്തേക്ക് കടക്കാവൂ എന്നുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. അതിനിടെ ഒരാൾ അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോവുകയും അയാൾ നിലവിൽ പുഴയുടെ മധ്യഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരിച്ച് കരയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ സജീവമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ അമ്പൂട്ടാൻപെട്ടി ഒപ്പം തന്നെ മമ്പാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അല്ലെങ്കിൽ തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇന്ന് നിലവിൽ ആർമിയുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ ഒന്നും തന്നെ ഹെലികോപ്റ്റർ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇന്ന് ചിലപ്പോഴായിരിക്കും ഒരുപക്ഷെ എത്തുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വനത്തിൽ ശക്തമായ തിരച്ചിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും ഈ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഈ ഡ്രോണുമായുള്ള പരിശോധനയിൽ നോക്കുന്നത്. പക്ഷേ അതിലുള്ള ഒരു സങ്കീർണത എന്നുള്ളത് ഈ മുകളിൽ നിന്നുള്ള ഡ്രോണിൻ്റെ വിഷ്വൽ പരിശോധിക്കുമ്പോൾ എല്ലാം മണ്ണിൻ്റെ നിറമായി കൂടി കിടക്കുന്നതാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇത് മരമാണോ അല്ലെങ്കിൽ മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ആണോ എന്നുള്ളതൊക്കെ തന്നെ മനസ്സിലാക്കാൻ ചില വ്യക്തത പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് എന്തായാലും പോലും അങ്ങനെ സംശയമുള്ള എന്തെങ്കിലും കാണുമ്പോൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു, ദൗത്യ സംഘം അങ്ങോട്ടേക്ക് നീങ്ങുന്നു, അവിടെ പരിശോധന നടത്തുന്നു. ഇങ്ങനെയാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നും 2 എണ്ണമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും ഒന്ന് ശരീരഭാഗവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ചാലിയാർ പുഴ, ഈ വയനാടാണ് ദുരന്തം ഉണ്ടായതെങ്കിൽ പോലും ചാലിയാർ പുഴയിലാണ് ഏറ്റവും കൂടുതൽ ശരീരങ്ങൾ കണ്ടെത്തിയതെന്ന് പക്ഷേ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം ആയിരിക്കുകയാണ് അതിൻ്റെ അളവ്. 191 എത്തിയെന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കണക്ക് തന്നെയാണ്. ഏതായാലും നിലമ്പൂരിൽ ഒരു രാത്രിയിൽ കിടന്നിറങ്ങിയ ആളുകളാണ് പുഴയിലൂടെ കിലോമീറ്ററുകളോളം ഒഴുകി വന്ന് ഈ ചാലിയാർ പുഴയുടെ ഓരോ ഓരങ്ങളിലും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ ശരീരങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കാടിനകത്ത് രക്ഷാപ്രവർത്തകർ സഞ്ചരിച്ചപ്പോൾ ചില വാഹനത്തിൻ്റെ ബോഡിയെല്ലാം തന്നെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മോഹൻലാൽ പുഞ്ചിരിമട്ടത്തേക്ക് പോവുകയാണ്. മോഹൻലാൽ നേരത്തെ ബേലിപ്പാലം കണ്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതേ വണ്ടിയിൽ ഈ സൈനിക വാഹനത്തിലാണ് മോഹൻലാൽ അങ്ങോട്ടേക്ക് പോയത്. മുണ്ടക്കൈ മേഖലയിൽ പോയി അതിനുശേഷം അവിടെ സൈനികരുമായൊക്കെ സംസാരിച്ചു. എന്താണ് അവിടുത്തെ രക്ഷാദൗത്യത്തിൻ്റെ പുരോഗതി എന്ന കാര്യമൊക്കെ വളരെ സാഗൂതം മോഹൻലാൽ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുഞ്ചിരിമട്ടത്തേക്ക് പോയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ചാലിയാറിൻ്റെ പുഴയോരമാണ്. വലിയ തെരച്ചിൽ അവിടെ നടക്കുന്നു. നിങ്ങൾ കാണാം, അവിടെ വലിയ ഒഴുക്കാണ്. ആ ഒഴുക്കിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ ഒഴുക്കിൽ ഇത്തരത്തിൽ നടക്കാൻ അവിടുത്തെ പ്രദേശവാസികൾക്ക് മാത്രമേ നടക്കൂ. ബാക്കി ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. കാര്യം ആ പുഴ, ഈ പറഞ്ഞ വാണിയമ്പുഴ ഒക്കെ കൈവെള്ള പോലെ അറിയാവുന്നവർക്ക് മാത്രമേ ചാലിയാറിൻ്റെ ഭാഗത്തെ ഒഴുക്കിൽ ഇങ്ങനെ നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യ പ്രവർത്തകർ തന്നെയാണത്. ആ രക്ഷാദൗത്യ പ്രവർത്തകർ തന്നെയാണ് അവിടെ തെരച്ചിൽ നടത്തുന്നതും. വലിയ ചങ്ങാടങ്ങളിലൊക്കെയാണ് ആ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിനോട് ഡ്രോൺ പരിശോധനയുണ്ട്, ഹെലികോപ്റ്ററിലെ വ്യോമനിരീക്ഷണം അടക്കമുണ്ട്. ഇതിനപ്പുറത്ത് കുറേ നീളൻ വനമേഖലയാണ്. ആ വനമേഖല എന്ന് പറയുന്നത് മനുഷ്യരധികം അങ്ങോട്ടേക്ക് പോകാത്ത ഒരു വനമേഖലയാണ്. ആ വനമേഖലയിലേക്ക് കൂടി തെരച്ചിൽ നടത്തുകയാണ്.